ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ കണ്ടോ. രാവിലെ നമ്മൾ ധൃതി വെച്ച് പോകുന്ന സമയത്ത് പാത്രം ഒന്നും കഴുകാൻ നേരം കിട്ടിയില്ല കേട്ടോ. സത്യത്തിൽ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി, എണീക്കാനൊന്ന് താമസിച്ച് പോയെങ്കിൽ പിന്നെ നമ്മൾ ധൃതി വെച്ച് രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോവുക ചെയ്യുക. കാരണം ബാക്കി ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്കന്ന്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇതിപ്പം നമ്മൾ അവിടെ ഇരുന്നാലും നമുക്ക് ടെൻഷനാണ്. അയ്യോ, വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പാത്രങ്ങൾ കഴുകാറുണ്ടല്ലോ, അത് ടെൻഷൻ വേറൊരു വഴിക്ക് അങ്ങനെ പോകും. ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമാണ്. പാത്രമൊക്കെ ക്ലീൻ ചെയ്യാനല്ലോ, അടുക്കളയൊക്കെ ക്ലീൻ ആണല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവും. ഇതിന്ന് എൻ്റെ സമാധാനം പോയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് വന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി പറക്കി വെച്ചതിന് ശേഷമാണ് വൈകിട്ട് അത്താഴത്തിൻ്റെ പരിപാടിയിലേക്ക് കിടന്നത് കേട്ടോ. അപ്പം മുട്ടക്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു. ഇപ്പോൾ രാവിലെ അപ്പമായിരുന്നു കേട്ടോ. അപ്പത്തിന് മുട്ടക്കറി ഉണ്ടെങ്കിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കേണ്ടി വന്നേനെ. അങ്ങനെ മുട്ടക്കറിയും അപ്പം എന്നുള്ള കണക്കൂട്ടിൽ മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ ആ മാമ്പഴം എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. വിശപ്പ് പിള്ളേർക്കുമൊക്കെ വിശപ്പ് ആയി തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ മാമ്പഴമൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. അപ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. പിന്നെ കുറേശ്ശെ അപ്പമൊക്കെ ചുട്ടെടുത്തു. ഇപ്പം നമ്മൾ ഒന്ന് ലേറ്റായിപ്പോയി, എണീക്കാനൊന്നും താമസിച്ച് പോയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ ധൃതി വെച്ചുള്ള പോക്കായി, ഇറങ്ങിപ്പോക്കായി, പാത്രം കിച്ചണൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടമ്മമാർക്ക്, ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ മാത്രം അവസ്ഥയാണോ എനിക്കറിയില്ല. സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ വരുമ്പോൾ ഒരു 6:30 കഴിയും. പിന്നെ കുളിച്ച് വിളക്കത്തീരൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവിടെ ചായയുടെ പരിപാടി കേട്ടോ. അപ്പോൾ അന്ന് ചായ ഇടാൻ പറ്റിയില്ല. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് അത്താഴത്തിൻ്റെ കൂടെയാണ് പിള്ളേർക്ക് ചായയും കൂടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇട്ടു. നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി, അത്താഴം കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്